സെപ്റ്റംബർ 5 അധ്യാപനത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. അധ്യാപനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരുനാഥന്മാരെ പ്രണമിക്കാനുമുള്ള ഒരു സുവർണ ദിനം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാപനത്തിൻ്റെയും ആഴങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയ മഹാനായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി 1962 മുതൽ ഭാരതമൊട്ടാകെ ആചരിച്ചു വരുന്നത്. പ്രശസ്തനായ എഴുത്തുകാരൻ, പക്വമതിയായ രാഷ്ട്രതന്ത്രജ്ഞൻ, ഉജ്ജ്വല വാഗ്മി, നവഭാരതത്തിൻ്റെ സ്നേഹനിധിയായ രാഷ്ട്രപതി, സ്വാമി വിവേകാനന്ദനെയും ടാഗോറിനെയും അനുഗമിച്ച മുനികുമാരൻ, കളങ്കമറ്റ രാജ്യസ്നേഹി, തലമുറകളെ അക്ഷരജ്യോതിസ്സുകൊണ്ട് പുണ്യം ചെയ്യിച്ച ജ്ഞാനപ്രവാഹം, നാഷണൽ സർവീസ് സ്കീം എന്ന മഹത്തായ ആശയം തുടങ്ങിവെച്ച ധിഷണാശാലി. അങ്ങനെ അണിയാനും അണിയിക്കാനും അദ്ദേഹത്തിന് എത്ര വിശേഷണങ്ങൾ. 1952 ആദ്യ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 1962 ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു. അവരുടെ പ്രിയപ്പെട്ട അധ്യാപകന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അനുവദിക്കണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. ഒരു വ്യക്തിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിനോട് അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സുഹൃത്തുക്കൾ വിട്ടില്ല. ഒടുവിൽ തന്നെ സമീപിച്ചവരുടെ സ്നേഹനിർബന്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5 എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിനു പകരം അധ്യാപക ദിനം എന്ന പേരിൽ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി ആഘോഷിച്ചുകൂടെ? തൻ്റെ ജന്മദിനം തനിക്കു വേണ്ടി ആഘോഷിക്കുന്നതിനു പകരം രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി നീക്കിവെക്കണമെന്ന് പറയാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചു. ഭാരതീയരായ നമ്മുടെ സംസ്കാരവും ചൈതന്യവും ഗുരുക്കന്മാർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനവും ഔന്നത്യവും സാമൂഹ്യ നിർമ്മിതിയിൽ അവർക്കുള്ള നിർണായക ഉത്തരവാദിത്വവും നാം മനസ്സിലാക്കണം. മൂല്യബോധമുള്ള ഒരു തലമുറയുടെ രൂപീകരണം വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണം. മൂല്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. മൂല്യങ്ങൾ അധ്യാപകരിൽ നിന്നും കുട്ടികൾ സ്വായത്തമാക്കണം. കുട്ടിയുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന നിർമ്മലവും സത്യസന്ധവുമായ പാഠങ്ങളാണ് പ്രാഥമികമായി കളരികളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, പുതുമ മങ്ങാതെ പഠിപ്പിക്കുക, വഴികാട്ടിയാവുക, ഇതെല്ലാമാണ് അധ്യാപകന്റെ ദൗത്യം. അധ്യാപനം തപസ്യയായി ഏറ്റെടുത്തവർക്കേ ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കൂ. സ്നേഹവും സഹാനുഭൂതിയുമാണ് അധ്യാപകന്റെ മുഖമുദ്ര. സിലബസിൽ മാത്രം ഒതുങ്ങുന്നതല്ല അധ്യാപനം. ആഴമേറിയ അറിവും വിശാല ദർശനവും സാമൂഹ്യ പ്രതിബദ്ധതയും അതിന് അനിവാര്യമാണ്. അധ്യാപകർ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. ക്ലാസ് മുറികളിലും സിലബസിലും ഒതുങ്ങരുത്. ഓരോ അധ്യാപകനും ഓരോ നിർമ്മാണശാലയാവണം. കഠിനാധ്വാനിയും വിശാല മനസ്കനുമായിരിക്കണം. അധ്യാപകൻ കെട്ടിനിൽക്കുന്ന ജലാശയത്തിനു പകരം ഒഴുകുന്ന ഒരരുവിയാകണം. ഇതായിരുന്നു അധ്യാപനത്തോടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. അത്തരമൊരു അധ്യാപകനാവാൻ എല്ലാവർക്കും ആശംസകൾ.